അധ്വാനിച്ച് കഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ കഞ്ഞി കുടിക്കുന്നത് എങ്ങനെയാ അറിയുന്നത്? സ്കൂളിൽ പോയിട്ട് അമ്മേനെ വീട്ടിൽ പോയി പാടത്തേക്ക് അവിടെ പോയി കഴിക്കുക. ചോറില്ല, കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കല്യാണം കൊണ്ടായി പണിക്ക് പോയാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ആളുകള് ഒരു നേരത്തെ കഞ്ഞി കുടിക്കുന്നത് ഈ സമുദായത്തിന്റെ കൂട്ടുന്ന കോറത്തിന്റെ ഭാര്യ, എസ്റ്റേറ്റ് മുക്കിന്റെ ഭാര്യ, ഇദ്ദേഹത്തിന്റെ ഭാര്യ, നിങ്ങളൊക്കെ ഭാര്യമാർ, ഞങ്ങളെ പെണ്ണുങ്ങളകത്ത് നിങ്ങളെ കൂടെ കൊണ്ടിരുത്തും. നല്ല കുടിച്ച കല്യാണി വിളമ്പി കൊടുക്കും, പാത്രം കൈ കൊടുക്കണ്ട, മുമ്പത്തിൽ നീച്ചെടുത്ത് പോവുക. അപ്പുറത്ത് സ്വന്തം വീട്ടിലെ വളർത്തി പട്ടിക്ക് ചോറ് കൊടുത്ത് ഇല കുത്തിയിട്ട് അതിന്റെ കഞ്ഞി തരിക. അത്ര നിഷിദ്ധമാണ് ഞങ്ങള്. പക്ഷെ എനിക്കൊരു ചരിത്രമുണ്ടായി. 1997 മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം, ഗ്രീൻ കാർഡ് പരേഡ്. ഞാൻ പാണക്കാട്ട് പോയി. ചൊവ്വാഴ്ച പാണക്കാട്ട് പോയിരുന്നപ്പോ തങ്ങൾ പറഞ്ഞു, ഒന്ന് കിട്ടുന്ന അവിടെ നിൽക്കിട്ടോ വലിയ ഞങ്ങൾ. ഞാൻ അവിടെ അരമണിക്കൂർ ഇരുന്നപ്പോ മറന്നോ, ഞാൻ നേരെ മലപ്പുറത്തിന് പോയി ലീഗ് ഓഫീസിൽ. ഞാൻ ലീഗ് ഓഫീസിൽ പാണക്കാട് ഒരു ഫോണും തങ്ങളുടെ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ ഉണ്ട് കൊടുക്കാറുണ്ട്. ഉണ്ണികൃഷ്ണൻ തങ്ങൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു പാണക്കാട്ട്. ഞാൻ ആകണ്ട് കുറച്ചിട്ട് പച്ചത്തമ്മ ഞാൻ എന്നെ വിളിക്കൂടും അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ അങ്ങോട്ട് പാണക്കാട്ടിൽ ചെന്ന് വണ്ടിയിൽ ചെന്നപ്പോ പാണക്കാട് തങ്ങളുടെ ഡൈനിങ് ഹാൾ ഇങ്ങനെ ചെയ്യാതെ തങ്ങളെ ഡൈനിങ് ഹാളിൽ ഇരിക്കുക. 2 പ്ലേറ്റ് ചോറ്, കറി, പഴം, എല്ലാ സാധനവും ഒരുക്കിയിട്ട് മൂപ്പര് കഴിക്കല്ല, എന്റെ കാത്തിരിക്കാൻ. എവിടെയും കിട്ടുമോ? AP ഉണ്ണിക്കിട്ട് ശിഹാബ് തങ്ങൾ കാത്തിരിക്കുക ചോറ് കഴിക്കാൻ. ഒരു കോരി ചോറ് എങ്ങോട്ട് പോയി? ഞാൻ പരിപാടിക്ക് പോകാൻ കഴിക്കാൻ. ഒരു കോരി ചോറ്, കുറച്ച് കറി, ഒരു പഴം, കുറച്ച് ഉപ്പേരി മുളക് എനിക്ക് വേണ്ടത് കഴിച്ചോ? ഞാൻ ചോദിക്കട്ടെ, എന്റെ ചരിത്രത്തില് ജീവിതത്തിലെ ഏറ്റവും വലിയ ചോറായിരുന്നു ആ ചോറ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. തങ്ങൾ ഉണ്ണികൃഷ്ണനെ കാത്തിരിക്കുക ചോറ് കഴിക്കാൻ. വേറെ ആരും ചോറ് തിന്നാൻ വാങ്ങി തിന്നോട്ടെ, ഞാൻ കഴിക്കേണ്ടതോ തിന്നൂലേ? അതാണ് മനുഷ്യ സ്നേഹം. അതാണ് പാണക്കാട്ടെ കുടുംബത്തിന്റെ സ്നേഹം. അവിടെ ജാതിയോ മതമോ സമുദായമോ ഇല്ല. ആരെയും ആദരിക്കാൻ, ബഹുമാനിക്കാൻ പാണക്കാട്ടെ കുടുംബം സന്നദ്ധമാണ്.